കഴിഞ്ഞ ദിവസം ഒരു TV ന്യൂസ് കണ്ടു. അമേരിക്കയിലേക്ക് കയറ്റിപ്പോയ എത്രയോ കണ്ടെയ്നർ മാങ്ങ അവിടെ തടഞ്ഞു വെച്ചു. അവിടെ ഇറക്കാൻ അനുവദിച്ചില്ല. കോടികളുടെ നഷ്ടം സംഭവിച്ചു പറഞ്ഞിട്ട്. ഞാൻ നിങ്ങൾക്ക് കുറച്ച് മാങ്ങ കാണിച്ചു തരാം. നാട്ടിൽ നിന്ന് വന്ന മാങ്ങയാണ്. കണ്ടങ്ങള് എന്താ അവസ്ഥ? അപ്പൊ ഇത്തരം പിഞ്ച് മാങ്ങകൾ, മൂക്കാത്ത മാങ്ങകളൊക്കെ പറിച്ചിട്ട് എന്തൊക്കെയോ കെമിക്കൽ വെച്ച് കുത്തി പഴുപ്പിച്ചിട്ട് ആണ് കയറ്റി വിടുന്നത്. കണ്ടങ്ങള് വിദേശത്ത് നിന്ന് വരുന്ന മാങ്ങന്റെ ഒക്കെ ക്വാളിറ്റി എന്താ, അതിന്റെയൊക്കെ ചൊറുക്ക് കണ്ട. ഇന്ത്യന്റെ മാങ്ങന്റെ അവസ്ഥ ഉള്ളൂ. കണ്ട, ഇത്തരം മാങ്ങകളൊക്കെ നാട്ടിൽ നിന്ന് കയറ്റി വിട്ട് കഴിഞ്ഞാൽ പിന്നെ ഇവര് ഇവിടെ തടയുള്ളൂ ചെയ്യുക. സൗദി അറേബ്യ എന്തായാലും ഇപ്പൊ തടഞ്ഞിട്ടില്ല. ഏതാനും ഇക്കണക്കിന് പോവുകയാണെങ്കിൽ ഇന്ത്യന്റെ മാങ്ങയൊക്കെ തടയാൻ ചാൻസ് ഉണ്ട്. ഞങ്ങള് വളരെ മോശം ക്വാളിറ്റിയാണ്, വളരെ മോശം ക്വാളിറ്റി. ഈ മാങ്ങ കണ്ട എന്തോരം വലുതാവണ മാങ്ങ അറിയാം. പിഞ്ച് മാങ്ങ ഉണ്ടാ. എന്നിട്ട് അതിന് വിഷം അടിച്ച് കുത്തി കയറ്റിയിട്ട് ഇവിടെ കൊടുത്തിട്ട് നാട്ടിലെ കിലോ 200-നോ 250 ഉറുപ്പ്യക്കാണ് ഒരു കിലോ മാങ്ങ വിൽക്കുന്നത്. ഞങ്ങള് 22 റിയാലൊക്കെയാണ് ഇതിനൊക്കെ വില ഇട്ടത്. കണ്ടാ. അതേ സമയത്ത് വിദേശി കണ്ടോ, വിദേശി നല്ല ചൊറുക്കായിട്ട് നല്ല മൂത്ത് പഴുത്തല്ല അടിപൊളിയായി കിണ്ണം കാച്ചിയ മാങ്ങ. യമനും മറ്റുള്ള രാജ്യത്തു നിന്നൊക്കെ വരുന്ന മാങ്ങകളാണ്. അതേ സമയത്ത് നമ്മളെ സാധനം കണ്ട. പിന്നെ ഇത് തടയുള്ളൂ ചെയ്യാം. നല്ല മാങ്ങ നാട്ടിൽ നിന്ന് വരുന്നില്ല എന്നല്ല. അൽഫോൺസ് ഒക്കെ നല്ല മാങ്ങയൊക്കെ നാട്ടിൽ നിന്ന് ഇഷ്ടം പോലെ കയറി വരുന്നുണ്ട്. ഈ ഒരു മാങ്ങന്റെ സെക്ഷനിൽ തന്നെ കണ്ടോ, ഇതൊക്കെ അത്യാവശ്യം സൈസ് ഉള്ളതാണ്. എന്നാ പിന്നെ ബാക്കിയുള്ള ഇതിന്റെ അവസ്ഥ നോക്കി. വെറും പിഞ്ച് മൂക്കാത്ത സാധനം പറിച്ചിട്ട് കയറ്റി വിടുക. അപ്പൊ 1-2 കണ്ടെയ്നറൊക്കെ അങ്ങനെ തടയുമ്പോ തന്നെ സംഭവം കുറച്ച് ക്വാളിറ്റിയുള്ള സാധനമൊക്കെ കയറ്റി വിടും. അപ്പൊ ഓക്കെ, ഏറെക്കുറെ അടുത്ത വീഡിയോയിൽ കാണാം.